നശിച്ചിരിക്കുന്നു. പ്രതിപക്ഷം എന്ന് പറയുന്നത് കേരളത്തിൽ ഇല്ലാതായിരിക്കുന്നു. വി.ഡി. സതീശനും സുധാകരനും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിക്കൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാകാൻ സാധിക്കും എന്നുള്ളതിന്റെ വലിയ പരിശ്രമത്തിലാണ്. കേരളത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ കാണിക്കാൻ പ്രതിപക്ഷത്തിന് സാധിക്കുന്നില്ല. കേരളത്തെ കൊള്ളയടിക്കുന്നവരുടെ കൂട്ടത്തിൽ പ്രതിപക്ഷത്തിന്റെ നേതാക്കന്മാരുമുണ്ട്. കരിമണൽ കമ്പനിയിൽ നിന്ന് കൈക്കൂലി വാങ്ങിച്ചവരുടെ കണക്ക് നോക്കുമ്പോൾ അതിനകത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരുണ്ട്, ലീഗിന്റെ നേതാക്കന്മാരുണ്ട്. ഒരു പണിയും ചെയ്യാതെ പൈസ വാങ്ങിക്കാൻ മുഖ്യമന്ത്രിയുടെ മകളുമുണ്ട്. അപ്പോ അഴിമതി നടത്താൻ, കേരളത്തെ വിൽക്കാൻ ഇവിടുത്തെ CPM-ഉം കോൺഗ്രസും ലീഗും ഒരുമിച്ചൊന്നായി നിൽക്കുന്നു എന്നുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കുന്നത്. അഭിമാനത്തോടുകൂടി ആളുകളെ സമീപിക്കാൻ നമുക്ക് സാധിക്കണം. ഈ നരിപ്പറ്റ മണ്ഡലം വലിയൊരു മണ്ഡലമാണ്. ഈശ്വരൻ അനുഗ്രഹിച്ച പാരിസ്ഥിതികമായി വലിയ സൗന്ദര്യമുള്ള ഒരു മണ്ഡലമാണ് നരിപ്പറ്റ മണ്ഡലം എന്ന് പറയുന്നത്. മലകൾ, എല്ലാം ഉണ്ട്. ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഒരുപാടുണ്ട്. ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുള്ള ആളുകളുണ്ട്. ഇവരൊക്കെ തന്നെ BJP-യോട് വലിയ അനുകൂലമായിട്ടുള്ള നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നരിപ്പറ്റ മണ്ഡലത്തിൽ വലിയ മുന്നേറ്റം നടത്താൻ നമുക്ക് സാധിക്കണം. ഈ നരിപ്പറ്റയുടെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ, വിലങ്ങാടുമായി ബന്ധപ്പെട്ട് വലിയൊരു വിഷയം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. വയനാട് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടില്ലെങ്കിൽ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ടിയിരുന്നത് വിലങ്ങാടുള്ള ഉരുൾപൊട്ടലാണ്. 100 കണക്കിന് ഉരുൾപൊട്ടലുകൾ നടന്നിട്ടുള്ള മേഖല. ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ വയനാട് പുഞ്ചിരിമട്ടത്ത് ഉണ്ടായിട്ടുള്ള ദുരന്തം, ആ ദുരന്തത്തെക്കാൾ എത്രയോ ഭീകരമാണ് വിലങ്ങാട് ഉണ്ടായിരിക്കുന്നത്. 100 കണക്കിന് സ്ഥലങ്ങളിൽ ഒരു ചെറിയ പ്രദേശത്ത് ഉരുൾപൊട്ടലുകൾ ഉണ്ടായിരിക്കുന്നു. ആ പ്രദേശത്ത് ആ സമയത്ത് അതിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് അതിഭീകരമായിരുന്ന അവസ്ഥ. വിലങ്ങാട് മലമുകളിൽ താമസിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് രക്ഷപ്പെട്ട് വരാൻ പോലും ശ്രമിക്കാത്ത ഭീകരമായിട്ടുള്ള ഒരു സാഹചര്യം. ഒരു ജീവനാണ് അപകടത്തിൽപ്പെട്ടത്. പക്ഷേ ഭാഗ്യവശാൽ എന്ന് മാത്രം പറയാം. കാരണം 100 കണക്കിന് ആളുകൾ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോ അഭയം തേടിയ വീടിനെ മാത്രം ഉരുൾപൊട്ടൽ കവർന്നെടുത്തില്ല. 2 സൈഡിൽ കൂടിയും മുന്നോട്ട് പോയി. എന്തോ മഹാഭാഗ്യം എന്ന് പറയാൻ പറ്റും. അവിടെയൊക്കെയോ പ്രാർത്ഥന. ഇപ്പോഴും ആ വിലങ്ങാട് താമസിക്കുന്നവർ ആ ഭയത്തോടു കൂടിയല്ലേ ജീവിക്കുന്നത്. എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിന് ഒരു നിലപാടെടുക്കാൻ സാധിക്കാത്തത്? വിലങ്ങാടിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക പാക്കേജ് നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ എന്താ പഠിക്കുന്നത്? പൈസ ഇല്ലെന്താ പറയുന്നത്. കേന്ദ്ര സർക്കാർ മുൻകൂറായി കൊടുത്ത പണത്തിന്റെ കണക്കുകൾ കൊടുത്തിട്ടുണ്ട്. 1500 കോടിയോളം രൂപ ഇന്ന് സംസ്ഥാന സർക്കാരിന്റെ കയ്യിലുണ്ട്. കേന്ദ്ര സർക്കാർ കൊടുത്തത് ഉൾപ്പെടെ. BJP ഭരിക്കുന്ന സംസ്ഥാനം 60-70 കോടി രൂപ. എന്തുകൊണ്ടാണ് ഈ പൈസ ഇറക്കാത്തത്? എന്തുകൊണ്ടാണ് പദ്ധതികൾ പ്രഖ്യാപിക്കാത്തത്? വിലങ്ങാടിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു സ്വൈര ജീവിതത്തിന് സാധ്യമല്ല. ഒരു അപായ മുന്നറിയിപ്പ് ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് ആളുകളെ മാറ്റി പാർപ്പിക്കണം. അപകട മേഖലകളിൽ നിന്ന് ആളുകളെ മാറ്റിക്കൊണ്ട് സുരക്ഷിതമായ സ്ഥാനത്ത് വീടുകൾ ഉണ്ടാക്കി കൊടുക്കണം. ഈ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അവിടുത്തെ വനവാസി സഹോദരങ്ങൾ നിരന്തരമായിട്ടുള്ള ചൂഷണത്തിന് വിധേയരാകുന്നു. വിപിൻ ചന്ദ്രൻ അധ്യക്ഷനാകുന്ന സമയത്ത് വളരെ ഫലപ്രദമായ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തി. എനിക്ക് ഓർമ്മയുണ്ട്, അവിടെ വീടുകൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി അവിടുത്തെ പാവപ്പെട്ട ആളുകളെ പറ്റിച്ച് ഒരു തരത്തിലുള്ള സൗകര്യങ്ങളും ഇല്ലാത്ത വീടുകൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ചോദിക്കാനും പറയാനും ആരുമില്ല എന്നുള്ളത് കൊണ്ട് എന്തും കാണിക്കാനുള്ള അവസ്ഥയായിരുന്നു. പക്ഷെ ഇടപെടലുകൾ, ഫലപ്രദമായ ഇടപെടലുകൾ ഉണ്ടായി. ആ വിഭാഗത്തിൽപ്പെട്ട കുറെ ആളുകൾ നമ്മുടെ കൂടെ നിന്നു. അവർക്ക് നല്ല സൗകര്യത്തോടുകൂടിയുള്ള വീടുകൾ നമ്മൾ പണിതുകൊണ്ടിരിക്കുന്നു. ആ വീട് പണികൾ പോലും ഇല്ലാതാക്കാൻ വേണ്ടി ആ ഫണ്ട് വരെ തടഞ്ഞു വെച്ചുകൊണ്ടുള്ള ദ്രോഹപരമായിട്ടുള്ള നടപടികളാണ് ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ മുന്നിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഈ വിഷയങ്ങളിലെല്ലാം ശക്തിയായിട്ട് നടക്കും. വന്യജീവി ആക്രമണം ഈ മണ്ഡലത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കാട്ടുപന്നിയുടെയും കാട്ടാനയുടെയും മറ്റു വന്യജീവികളുടെയും ആക്രമണം ഈ പ്രദേശത്ത് എവിടെ പോയാലും വലിയ പരാതിയായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നമുക്കുണ്ടാകണം. ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടാൻ പോകുന്ന ഒരു റോഡ് നമ്മുടെ
നമ്മുടെ വിലങ്ങാട് നിന്ന് വയനാട്ടിലേക്ക് പോകാനുള്ള റോഡ്, ആ റോഡ് പദ്ധതി അത് യാഥാർത്ഥ്യമാക്കാനുള്ള ആ സമരം BJP ഏറ്റെടുക്കണം. അത് യാഥാർത്ഥ്യമാക്കണം. വിലങ്ങാട് നിന്ന് ചുരമില്ലാതെ വയനാട്ടിലേക്ക് പോകാൻ ആ പദ്ധതിക്ക് എന്തിനാണ് സംസ്ഥാന സർക്കാർ മടി കാണിക്കുന്നത്? ഈ ചുരത്തിലെ ഏതൊക്കെയോ സ്വകാര്യ ലാൻഡ് മാഫിയയെ സഹായിക്കാൻ വേണ്ടി. അതുകൊണ്ട് വിലങ്ങാട്ടുകാരനായിട്ടുള്ള മണ്ഡലം പ്രസിഡന്റ് ചുമതല ഏറ്റെടുക്കും. നമുക്ക് ആ വിലങ്ങാട് നിന്നുള്ള റോഡ് അത് യാഥാർത്ഥ്യമാക്കാനുള്ള സമരം അത് നമ്മുടെ മനസ്സിലുണ്ടാകണമെന്ന് ഞാൻ അനീഷിനെ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ വലിയ ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. അനീഷിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അനീഷിനെ നന്നായിട്ട് അറിയാം. ഞങ്ങൾ ഒരുമിച്ച് യുവമോർച്ചയിൽ പ്രവർത്തിച്ചവരാണ്. ആ കുറ്റല്ലൂർ മലയിൽ നിന്ന് കോഴിക്കോട് ഒരു പരിപാടിക്ക് അനീഷ് എത്തുമ്പോൾ ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് അനീഷ് എത്താറുണ്ട്. അനീഷ് മലയിറങ്ങി കോഴിക്കോട് എത്തും. നീ ഒന്ന് ആലോചിച്ച് നോക്കണം അല്ലേ? അത്ര കഷ്ടപ്പാടുണ്ടായാലും കോഴിക്കോട് പരിപാടിക്കായാലും എന്ത് പരിപാടികൾക്കായാലും നിറസാന്നിധ്യമായിട്ട് അനീഷ് ഉണ്ടാകും. അതുകൊണ്ട് അത്രമാത്രം ആത്മാർത്ഥമായി സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അതുകൊണ്ട് ഈ മണ്ഡലത്തെ ഏറ്റവും ഉത്കൃഷ്ടമായ രീതിയിൽ, ഉദാത്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അത്ഭുതങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായി ഈ കാലഘട്ടം മാറണം. എന്നും BJPയുടെ ചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതപ്പെടുന്ന ഒരു കാലഘട്ടമായി തീരാൻ ഈ സമയം ആകട്ടെ എന്ന് മാത്രം ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഒരാൾക്ക് മാത്രം ഒരു മണ്ഡലത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. എല്ലാവരും ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഒരു ടീമായി കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. ഒരു തരത്തിലുള്ള വ്യത്യാസങ്ങളുമില്ലാതെ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരുപാട് മുതിർന്ന ആളുകളുണ്ട്. ഇവരുടെയൊക്കെ അനുഭവങ്ങൾ അനീഷിന് ഒരു വലിയ മുതൽക്കൂട്ട് തന്നെയാണ്. ആ അനുഭവങ്ങളെല്ലാം, അവരുടെയൊക്കെ അനുഭവങ്ങൾ, ആശീർവാദങ്ങൾ നമുക്ക് അനീഷിനുണ്ടാകും, ഉറപ്പാണ്. എന്തായാലും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് മാത്രം ജഗദീഷിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, വന്ദേ മാതരം.